താൻ ചെയ്ത ചെറിയൊരു അശ്രദ്ധയ്ക്ക് പകരമായി ഈ വീട്ടമ്മയ്ക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ്. ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ വളരെ ലാഘവത്തോടെ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും അപകടം വിളിച്ചു വരുത്തുന്നതും ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്നതുമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം കൂടിയാണിത്. പത്തനാപുരം കുണ്ടയം കാവുവിള വീട്ടിൽ ഷംന മുജീബ് എന്ന 27-കാരിയാണ് അതിദാരുണമായി മരണപ്പെട്ടത്. ഷംന 3 പിഞ്ചു മക്കളുടെ ഉമ്മ കൂടിയാണ്. ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. യാസീൻ, ഫൈസാൻ, സയാൻ എന്ന ആ 3 കുരുന്നുകൾ തങ്ങളുടെ ഉമ്മച്ചി എവിടെ പോയി എന്നറിയാതെ തേങ്ങുകയാണിപ്പോഴും. മരണത്തിന്റെ കറുത്ത കരങ്ങൾ അപ്രതീക്ഷിതമായി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയെ തട്ടിയെടുത്തത് ആ കുരുന്നുകൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ നിസാരമെന്ന് കരുതുന്ന ഒരു ചെറിയ അശ്രദ്ധയാണ് ആ കുടുംബത്തിന്റെ തണൽ കെടുത്തിക്കളഞ്ഞത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഒരു നാടിനെ ഒന്നടങ്കം നടുക്കിയ അപകടം സംഭവിക്കുന്നത്. വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിനായി ഉച്ചയ്ക്ക് ഏകദേശം 1:30 അടുപ്പ് കത്തിക്കാനായി തുടങ്ങുകയായിരുന്നു ഷംന. അടുപ്പിലെ വിറക് പെട്ടെന്ന് തീപിടിക്കാനായി പലരും മണ്ണെണ്ണയോ മറ്റെന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാറുള്ളത് സാധാരണമാണ്. ഇവിടെ ഷംന അതിനായി കരുതി വച്ചിരുന്നത് പെട്രോളും ഓയിലും കലർന്ന ഒരു മിശ്രിതമായിരുന്നു. എന്നാൽ സാധാരണത്തെപ്പോലെ തന്നെ ആ മിശ്രിതം അടുപ്പിലേക്ക് ഒഴിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി വസ്ത്രത്തിലേക്ക് തീ ആളി പടരുകയായിരുന്നു. നിമിഷനേരം കൊണ്ട് തന്നെ തീ ഷംനയുടെ ദേഹമാസകലം പടർന്നു പിടിച്ചു. ഷംനയുടെ നിലവിളി കേട്ടെത്തിയ വീട്ടുകാരും പരിസരവാസികളും ചേർന്ന് ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ അവിടെ നിന്നും നില വഷളായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരവേ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് മരണം സംഭവിക്കുന്നത്. ഇത്തരം അപകടങ്ങൾ ഓരോ വീട്ടമ്മമാരും ഒരു പാഠമായി തന്നെ എടുക്കണം. അടുപ്പ് കത്തിക്കാനായി പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയവ നേരിട്ട് ഉപയോഗിക്കുന്നത് അത്യന്തം അപകടകരമാണ്. ഇവ പെട്ടെന്ന് ഗ്യാസ് പോലെ വ്യാപിക്കുകയും തീ ആളിപ്പടരാൻ കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്കൊന്നും തന്നെ ആരും മുതിരാതിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അടുക്കളയിൽ ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങളാണ്. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നൈലോൺ, പോളിയസ്റ്റർ വസ്ത്രങ്ങൾ ഒഴിവാക്കി കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനായി ശ്രദ്ധിക്കണം. സിന്തറ്റിക് വസ്ത്രങ്ങൾക്ക് തീപിടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെ ഉരുകി ശരീരത്തോട് ഒട്ടിപ്പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സാരി, ഷോൾ, തട്ടം തുടങ്ങിയവയൊക്കെ തീ പടർന്നു പിടിക്കുന്ന രീതിയിൽ ധരിക്കരുത്. ഇനി ഇത്തരത്തിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പരിഭ്രമിച്ച് ഓടാനായി ശ്രമിക്കരുത്. ഓടുന്നത് തീക്ക് കൂടുതൽ ഓക്സിജൻ ലഭ്യമാകാനും അത് തീ ആളിപ്പടരാനും കാരണമാകുന്നു. അതിനു പകരം നിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടുകൊണ്ട് തീ കെടുത്താനായി ശ്രമിക്കുകയാണ് വേണ്ടത്. ഇനി ഒരാളെ തീ പടർന്ന നിലയിൽ കാണുകയാണെങ്കിൽ അവരെ രക്ഷിക്കാനായി സമീപത്ത് ലഭ്യമായ എന്തെങ്കിലും കമ്പിളി പുതപ്പോ കട്ടിയുള്ള കോട്ടൺ തുണിയോ ചാക്കോ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ആ വ്യക്തിയെ പൊതിയുക. ഇത് വായുസഞ്ചാരത്തെ തടഞ്ഞ് തീ അണയാൻ കാരണമാകുന്നു. വെള്ളം ലഭ്യമാണെങ്കിൽ തീ അണയ്ക്കാനായി വെള്ളം ഒഴിക്കാവുന്നതുമാണ്. ചെറിയ രീതിയിലാണ് പൊള്ളലേറ്റിട്ടുള്ളതെങ്കിൽ പൊള്ളലേറ്റ ഭാഗത്ത് 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വരെയും പച്ചവെള്ളം ഒഴിക്കുന്നത് പൊള്ളലിന്റെ ആഴം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതിൽ കൂടുതൽ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കുകയാണ് വേണ്ടത്. എന്തായാലും ഷംനയുടെ ദാരുണമായ മരണത്തോടെ ഉമ്മയില്ലാതായ ആ 3 കുരുന്നുകളുടെ ജീവിതം തീരാ നോവായി മാറിയിരിക്കുകയാണ്.